അതിൽ വരുന്നതായിരിക്കും. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ, എന്റെ ലൈവ് ലീക്കാക്കുന്ന കുറച്ച് പേര് ഇതിനകത്തുണ്ട്. എനിക്കത് ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വട്ടുകളി കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇപ്പോൾ കണ്ടതാണ് വട്ടുകളി. അതായത് വേറെ ആരുടെയല്ല, നമ്മുടെ രേഷ്മ തങ്കച്ചൻ്റെ പുതിയ തരം വട്ടാണിത്. അതായത് എനിക്ക് തോന്നുന്നു തലയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അമ്മാതിരി പരിപാടിയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയോ ആക്ഷൻസ് കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരുടെ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ, അതായത് സബ്സ്ക്രിപ്ഷൻ ലൈവ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലും കേരളം മൊത്തം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണെന്ന് തോന്നി ഈ ഇത്രയും ഒരു നെഗറ്റീവ് കിട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുടെ തലയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. കാരണം എന്തൊക്കെയോ വന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും തോറ്റു പിന്മാറാനായിട്ട് ആള് റെഡിയല്ല കേട്ടോ. വീണ്ടും സബ്സ്ക്രിപ്ഷൻ ലൈവ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന താരത്തിനെതിരായിട്ട് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ രംഗത്ത് വരുന്നുണ്ട്. ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പോലും ഇപ്പൊ ഇവളെ വന്ന് പൂരത്തേറിയ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ഒന്ന് രണ്ട് ആൾക്കാരുടെ വീഡിയോസ് നമുക്കൊന്ന് കാണാം. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറഞ്ഞേ പറ്റൂ. എന്താണെന്നറിയോ, ഇപ്പൊ റീസെന്റ് നല്ല ക്രിയേറ്റേഴ്സിന്റെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, യൂട്യൂബ് വീഡിയോസും കാണുന്നുണ്ട്. അതിൽ റീനു സുധീനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലൈവ് വന്നിട്ട് ഇന്നലത്തെ ലൈവ് കാര്യങ്ങളൊക്കെ കണ്ടു. ഭയങ്കര മോശമാണെന്ന് വെച്ചാല് വൃത്തികെട്ട രീതിയിലാണ് അവര് വീഡിയോസ് കാണിക്കുന്നത് തന്നെ. ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ ഇതിൽ സമ്പാദിച്ചിട്ട് നിങ്ങൾ എന്ത് നേടാനാണ്? മാനം നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് കോടി രൂപ കിട്ടിയിട്ടും എന്താണ് ഗുണം? അറിയാതെ ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പണം വേണ്ടെന്നല്ല, പക്ഷെ ഞങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഒരു ഡ്രസ്സിന്റെ ഒരു മോശമായ ഒരു വീഡിയോ ഞങ്ങളുടെ അക്കൗണ്ടിലില്ല. നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങൾ കാണിക്കണമെന്ന് അറിയുന്നില്ല. നമുക്ക് സങ്കടമാവാണ്. കാരണം അത്രയും നല്ലൊരു കലാകാരന്റെ ഭാര്യയായിട്ട് എത്ര നല്ല മനോഹരമായിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യാം, എത്ര നല്ല രീതിയിൽ ആ കുട്ടികളെ വളർത്തിക്കൊണ്ടു പോവാം നിങ്ങൾക്ക്. പക്ഷെ ഇത്രയും മോശമായിട്ട്, ഇത്രയും വൾഗറായിട്ട്, ഇത്രയും ലൈംഗികമായ രീതിയിലുള്ള ഒരു അങ്ങനെ തന്നെ പറയണം. അങ്ങനെ ആ രീതിക്ക് നിങ്ങൾ വീഡിയോ ചെയ്തിട്ടും ആ രീതിയിൽ ലൈവ് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് മനസ്സിലാവില്ല. അതിന് ഒരു വൃത്തികെട്ട രീതിയിൽ നിങ്ങൾ ന്യായീകരിച്ചു കൊണ്ടുവരുന്നു. ഇത്ര വൃത്തികെട്ട രീതിയിൽ നിങ്ങൾ ന്യായീകരിച്ചു വരുന്നത് കാണുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ്. സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുക. ഇതൊക്കെ നിങ്ങളുടെ മക്കൾ കാണുകയല്ലേ, ഇതൊക്കെ നിങ്ങളുടെ മൂത്ത മകൻ കൂടെ കാണുന്നതല്ലേ. അവർക്ക് എത്ര ഒരു എന്താ പറയാ, എത്ര അറപ്പ് തോന്നും നിങ്ങളെ കാണുമ്പോ. എത്ര അറപ്പ് തോന്നും. നിങ്ങളുടെ ഭർത്താവിന്റെ സഹപ്രവർത്തകരായിക്കോട്ടെ, ഇവരെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവം സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാര് തന്നെ കാണണമെന്നില്ല. ഞാനതൊന്നും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ എങ്ങനെ കണ്ടു എന്നല്ലേ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവം തന്നെ. ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവം ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ കാണണമെന്നില്ല. ഇപ്പൊ ലീക്കായില്ലേ? ഇതുപോലെ തന്നെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചൂടെ? നിങ്ങൾ വഴി കൂടെ പോകുമ്പോ കണ്ടാ അങ്ങനെ വീഡിയോ ചെയ്യുന്നവളാണ് എന്ന് പറയും. നിങ്ങളെ നോക്കി ചിരിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ പറയും. അപ്പൊ നിങ്ങൾക്ക് എന്ത് മാന്യതയാണ് കിട്ടാൻ പോകുന്നത്? നിങ്ങൾ കിട്ടാൻ പോകുന്നത്? ഒരു ഇതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഈ റീൽസോളികളുണ്ട്. റീൽസ് ചെയ്യുന്ന ആൾക്കാർ, മാന്യമായ റീൽസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്നതോ, ഞാൻ ഫുഡിന്റെ കാര്യങ്ങളും ചെയ്യും, അതൊക്കെ ഒരു ലെവലാണ്. ഒരിക്കലും വൾഗറായിട്ട് ഡ്രസ് ഇടുകയോ വൾഗറായിട്ട് എന്താ പറയാ വീഡിയോ ചെയ്തിട്ടില്ല. നമുക്കിത് കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അറപ്പാവുന്നു. അത് തന്നെയല്ലേ പറയാൻ. ഞാൻ കുറെ ആയിട്ട് റിയാക്ഷൻ വീഡിയോ വേണ്ട, മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാ നമ്മൾ ഇടപെടുന്നേ എന്ന് വിചാരിച്ചു. പക്ഷെ നമുക്കിത് കാണുമ്പോൾ തന്നെ ഇതെന്താടപ്പോ അതിങ്ങനെ ഇതെന്താ ഇങ്ങനെ കാണിക്കണം എന്നും നമുക്ക് തോന്നിപ്പോവാണ്. ഒരാളോടുള്ള റെസ്പെക്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതില്ലാതാവാൻ ഇങ്ങനെയുള്ള തോന്നിയസങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടാൽ മതി. ഇനി അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പൊ എന്തായാലും നല്ല കാര്യമാണ് ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഇത് ദയവ് ചെയ്തൊന്ന് നിർത്തി പോകാൻ പറ്റുമോ എന്ന് ചോദിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം വളർന്നു വരുന്ന നിങ്ങളുടെ മക്കളുണ്ട് അല്ലേ,
വളർന്നു വരുന്ന മക്കളുണ്ട്, ദയവ് ചെയ്ത് നല്ല രീതിയിൽ നല്ല ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല രീതിയിൽ നല്ല പ്രോഗ്രാംസും അതുപോലെ തന്നെ നല്ല ഷോർട്ട് ഫിലിംസും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നല്ല ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ മാക്സിമം നന്നായിട്ട് നല്ല രീതിയിൽ പോയാൽ എല്ലാവർക്കും നല്ലത്. പിന്നീട് ഭാവിയിൽ അത് ഗുണം ചെയ്യും, അത്രയേ ഉള്ളൂ. ഇത് ഭാവിയിൽ നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭാവിയിൽ ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവർ നല്ല മറുപടി പറയുമായിരിക്കും, എനിക്കിങ്ങനെ പറയാൻ തോന്നി. താങ്ക് യു. അത്ര കറക്റ്റായിട്ടാണല്ലേ അവർ കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത അവരും ഒരു എന്താ പറയുക, ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അവരുടെയൊക്കെ ചാനലിൽ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, എന്താ ഒരു അവരുടെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ കാര്യങ്ങളും റീൽസുകളും അങ്ങനെ കുക്കിംഗ് വീഡിയോസ്, വ്ളോഗുകൾ, അങ്ങനെ എല്ലാ രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ പറഞ്ഞിട്ടില്ല അവരുടെയൊക്കെ വീഡിയോയിൽ അവരുടെയൊക്കെ ഡ്രസ്സിൽ ഒരു രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് പോലും വരാതെയാണ് അവരൊക്കെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന പണം മതി. അല്ലാതെ ഇങ്ങനെ ഈ രേണുവിനെ പോലെ, രേണു മാത്രമല്ല കേട്ടോ, ഇതുപോലെ കുറേ എണ്ണങ്ങളുണ്ട്. ഇപ്പം രേണു ഇങ്ങനെ ഒരു താരമായി തിളങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് രേണു ഇത്രത്തോളം ഒരു ചർച്ചാ വിഷയമായത്. അത്രത്തോളം തരം താഴ്ന്ന ഒരവസ്ഥയിലേക്ക് രേണുസുതി മാറിക്കഴിഞ്ഞു. അവളോടല്ല, ആ ഒരു കലാകാരൻ്റെ പേരിലാണ് അവളെ എല്ലാവരും അറിയപ്പെട്ടത്. അപ്പോൾ അവൾ ഇത്രത്തോളം ഒരു തരം താഴ്ന്ന അവസ്ഥയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ആ കലാകാരനോടുള്ള ആ ഒരു എന്താ പറയണ്ടേ, ഈ പറയുന്ന കൊല്ലം സുധിയുടെ സഹപ്രവർത്തകർ, കൊല്ലം സുധിയുടെ വീട്ടുകാർ, നാട്ടുകാർ, ബന്ധുക്കൾ, ഈ പറയുന്ന കിച്ചു, അവനുമൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഈ രേണുസുധിയുടെ ഈ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള ഈ ലൈവും കാര്യങ്ങളും. ചുണ്ടിട്ട് കാണിക്കുന്നു, അതുപോലെ തന്നെ കാലിൽ എന്തൊക്കെയോ ക്രീം ഇട്ട് കാണിക്കുന്നു. എന്ത് വൃത്തികേടാണ്. ആ പെണ്ണ് പറഞ്ഞ പോലെ തന്നെ മാനം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് എന്ത് നേടാനാ അല്ലേ? എന്തായാലും ഇത് സത്യം പറഞ്ഞാൽ എന്തോ വലുത് വരാനിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം രേണുസുധി ഒരു അധപ്പതനത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ അവരെ നിയന്ത്രിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കണ്ട് നല്ല രീതിയിലുള്ള ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരുടെ ഈ ഒരു രീതി മാറ്റിയാൽ കൊള്ളാം. പണം നമുക്ക് വേണം, പക്ഷെ അത് നമ്മുടെ മാനം വിട്ടിട്ട് കിട്ടുന്ന പണം നമുക്ക് എന്തിനാണ്? ഇനിയും മാറാൻ സമയമുണ്ട്. അവരെന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള വർക്കുകളും കാര്യങ്ങളും, അത് ആൽബം ആയിക്കോട്ടെ, ഇനാഗ്രേഷൻ ആയിക്കോട്ടെ, അഭിനയം, എന്ത് വേണമെങ്കിലും അവർ ചെയ്യട്ടെ. പക്ഷെ അവർ ഈ സബ്സ്ക്രിപ്ഷനിൽ ഇമാതിരി തുണിയഴിച്ച് കാണിക്കുന്ന ഈ ഒരു അപരാധം അതിവരെ വലിയൊരു അപകടത്തിൽ കൊണ്ട് എത്തിക്കും. അതിൽ യാതൊരു സംശയമില്ല. കാരണം വളർന്നു വരുന്ന ഒരു കുഞ്ഞുണ്ട്, 5-6 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിനെക്കുറിച്ചൊന്നും അവൾ ചിന്തിക്കുന്നു പോലുമില്ല. രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. എനിക്ക് ആ വീഡിയോ കാണണം, നോക്കട്ടെ. ആസ്വദിക്കേണ്ട വീഡിയോ. ഇതാണ് ആസ്വദിക്കേണ്ട വീഡിയോ. പേടിയാവണിത് കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവാണ്. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അയ്യോ, ആരും തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ ആർക്കും പേഴ്സണലി ചാറ്റ് ചെയ്തതല്ല. ജസ്റ്റ് 3000 പേര് കാണാൻ വേണ്ടിട്ട് ഒന്ന് ലൈവ് പോയി. തെറ്റിദ്ധരിക്കല്ലേ. എടാ, എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്. ഇതപ്പോ ആയിരിക്കുമല്ലേ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തുള്ളൂ? ഞാൻ ഇനിയും ലൈവ് പോകും. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. ചേച്ചി ഇനി ലൈവ് പോണേ ചേച്ചി. ഇതൊന്നും മൈൻഡ് ഒന്നും ചെയ്യല്ലേ. ശരി, ഞാൻ പോണം.